Okay. Are you aware about your exam? Now it's science, not computer. Okay. Have you noticed my voice? Okay. So, have you taken your science textbook with you now, or computer tester? Now, okay, good. Science. Okay, science. Um, So questions from two lessons. The first and second lesson will be there, and you have to notice that there will be many one-word answer questions. Means fill in the blanks, choose the correct answer, true or false, like that way. And you know that at the back side of each lesson there will be a few questions only. Isn't it? 5 or 6 like that way. Only few questions. But you have nearly 40 marks one-word question only. Okay, so you have to read the lesson thoroughly. Did you understand what I said? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? 50 മാർക്കിൽ 40 മാർക്കിന്റെ വൺ വേർഡ് ആൻസേഴ്സ് ആണ് നിങ്ങൾക്ക്. കമ്പ്യൂട്ടർ വാല്യുവേഷൻ ആണ്, അതുകൊണ്ട് വൺ വേർഡ് ആൻസേഴ്സ് ആണ് കൂടുതൽ തന്നിരിക്കുന്നത്. ആൻഡ് ദർ വിൽ ബി നോട്ട് മച്ച് ടൈം ഐ തിങ്ക്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് വൺ വേർഡ് ആൻസേഴ്സ് കൂടുതൽ വന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിലുള്ള ആൻസർ മാത്രം പഠിച്ചാൽ പോരാ. യു ഹാവ് ടു റീഡ് ദ ലെസൺസ് തറൗലി. ലെസണിൽ നന്നായിട്ട് വായിച്ചോളുക. വൺ വേർഡ് ആൻസേഴ്സ് ഒരുപാട് ലെസണിൽ നിന്ന് വന്നിട്ടുണ്ടാവും, ബാക്കിലുള്ളത് മാത്രമല്ല. ഓക്കെ, രണ്ട് ലെസൺ യു ഹാവ് ടു റീഡ് തറൗലി. Okay, for example, take page number 21. Only 10 one-word answers have been given there. Isn't it? Page number 21 and 22. Choose the most appropriate answer. And in first lesson, how many one-word answers have been given? Miss. 8. Isn't it? Miss. Yes. അപ്പൊ ഈ പാഠത്തിൽ നിന്നുള്ള വൺ വേർഡ് ആൻസർ വരുമോ? രണ്ട് ലെസണിൽ നിന്നുള്ള മാത്രമേ ഉള്ളൂ വൺ വേർഡ് ആൻസേഴ്സ്. ഓക്കെ, അത് ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ആ ബാക്കിൽ തന്നിരിക്കുന്ന ഡയറക്റ്റ് അങ്ങനെ തന്നെ ആയിരിക്കില്ല. വേറെയും കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അത് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ രണ്ട് ലെസണിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് വായിച്ചോളുക. ഓരോ വൺ വേർഡ് ആൻസേഴ്സ് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ആക്കാൻ പറ്റുമല്ലോ. അപ്പം അത് വായിച്ച് മനസ്സിലാക്കിക്കൊള്ളുക. That's all. Have you got the answers of second lesson? Have everyone get it? എല്ലാവർക്കും കിട്ടിയ ആൻസർ നോക്കിയില്ലേ നിങ്ങള്? എല്ലാവർക്കും കിട്ടി. നോട്ടിലേക്ക് പകർത്തി എഴുതിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. എഴുതി എനിക്ക് വൈകുന്നേരം വിട്ടു തരണം കേട്ടോ. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഓൾസോ യു ഹാവ് ടു സ്റ്റഡി. ഇനി വൺ വേർഡ് മാത്രമേ ഉള്ളൂ എന്ന് കരുതിയിരിക്കരുത്, ക്വസ്റ്റ്യൻ ആൻസറും നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. കേട്ടല്ലോ? വൺ വേർഡ് നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് മെയിന്. കാരണം 40 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് വൺ വേർഡ് തന്നെയായിരിക്കും. ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്, ചൂസ് ദി കറക്റ്റ് ആൻസർ, ട്രൂ ഓർ ഫാൾസ്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് ട്രൂ ഓർ ഫാൾസ് ഒന്നും ഡയറക്റ്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടില്ല. യു ഹാവ് ടു ബി തറൗ. നെക്സ്റ്റ് ലെസൺ ഈസ് കെമിസ്ട്രി. കെമിസ്ട്രി ആണ്. സ്ട്രക്ചർ ഓഫ് മാറ്റർ. You might have studied in 6th standard, I think, about matter and all. You remember that? Yes. Continuation of that we will study now. What is matter made up of? A matter എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? നമ്മൾ കാണാൻ പറ്റാത്തതാണൊന്ന് അല്ലെ? വെരി സ്മോൾ തിങ്. ഒരു സാധനം നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള പാർട്ട്, അതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. We cannot see with our eyes. You have to see with the help of a strong microscope, not a ordinary microscope. Strong microscope ഉപയോഗിച്ച് നോക്കിയാൽ മാത്രം കാണാവുന്ന അത്രയും സ്മോൾ ആറ്റംസ് ഉപയോഗിച്ച് ഉണ്ടാക്കിയേക്കുന്നതാണ് ഓരോ വസ്തുക്കളും. Okay, let us recall what we have learned about the structure of matter in class 6. Kannada, the great Indian sage of ancient times, was probably the first to suggest that all matter is composed of every small particle. He gave the name Anu to these particles. See, for example, this is a pen.
isn't it? See, when we see it is this much big. It is this much big. And നമ്മൾ ഇത് കാണുമ്പോൾ നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ ഇത്രയും വലിയൊരു സാധനം അതിനപ്പുറത്തോട്ട് നമ്മൾ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. ഇൻസൈഡ് there is a refill, we use it to write. That's all. അല്ലേ? നമ്മൾ അത്രേ ചിന്തിക്കുന്നുള്ളൂ. ബട്ട് ഇതിനെ ഇത് എന്ന് പറയുന്നത് ഇതിന്റെ ഓരോ ഭാഗം this one and this one എല്ലാം അങ്ങനെ ഒരുപാട് സ്മോൾ പാർട്ടിക്കിൾസ് വെച്ച് ഉണ്ടാക്കിയേക്കുന്നതാണ്. ഇതിൽ ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട് എന്നുള്ളത്. നിങ്ങള് ഇത് ഇതിനെ കുറിച്ച് കുറച്ചൊരു കാര്യങ്ങൾ സിക്സ്ത് സ്റ്റാൻഡേർഡ് പഠിച്ചു. ടേക്ക് എ പീസ് ഓഫ് ഷുഗർ, എ സ്മോൾ ഷുഗർ. അതിന് നിങ്ങൾ വെള്ളത്തിലേക്ക് ഇടുക. വാട്ട് വിൽ ഹാപ്പൻ? എന്ത് സംഭവിക്കുന്നു? ചെറിയ പീസ് ഷുഗർ എന്ത് സംഭവിക്കുന്നു? ഇറ്റ് വിൽ മെൽറ്റ്. It will melt. It will be dissolved in the water. Like the same as salt also dissolve ചെയ്യും അല്ലെ? അപ്പൊ അത് നമ്മൾ വെള്ളത്തിലേക്ക് ഇടുന്ന പാടെ ആവുന്നില്ല. സ്ലോലി അതങ്ങോട്ട് ആയി നമുക്ക് അൺവിസിബിൾ ആകും, ഇൻവിസിബിൾ ആകും, കാണാൻ പറ്റണ്ടാകും. ഒരു പീസ് ഓഫ് ഇത്രയും വലിയൊരു പീസ് നമ്മൾ സോൾട്ടിന്റെ ഒരു കട്ട എടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ടു, ഒന്ന് സ്റ്റെയർ ചെയ്യുക. ദെൻ വാട്ട് വിൽ ഹാപ്പൻ? അത് സ്ലോലി ചെറുതായി അവസാനം കാണാനില്ലാത്ത രീതിയിൽ ഡിസോൾവ് ആകുന്നു അല്ലെ? വെള്ളത്തിലേക്ക് ഡിസോൾവ് എന്ന് പറഞ്ഞതുപോലെ. അപ്പൊ അതിന്റെ ലാസ്റ്റ് ആറ്റം കൂടി അല്ലെങ്കിൽ ലാസ്റ്റ് അണു അതിനകത്ത് അലിഞ്ഞു ചേരുന്നു. ലൈക്ക് ദ സെയിം വേ ഇപ്പൊ ഞാൻ കാണിച്ച പോലെ ഇപ്പൊ ഇതിനകത്ത് ഒരുപാട് ആറ്റംസ് ഉണ്ട്. അത് ബില്യൺസ് ഓഫ് ആറ്റംസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത്. സോ earlier means so earlier there was a great Indian sage എന്ന് പറഞ്ഞാൽ ആരാണ്? സന്യാസി. There was a great Indian called കനഡ എന്ന് പറയുന്ന ഒരു ഇന്ത്യയിലെ ഉണ്ടായിരുന്ന പണ്ട് വർഷങ്ങൾക്ക് മുൻപ് താമസിച്ച ഒരു മുനി മഹർഷി പറഞ്ഞിരുന്നു. He suggested that he told that probably he may be the first, I think, അറിയപ്പെടുന്നതിൽ ഏറ്റവും ആദ്യത്തെ ആളാണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ composed. He said that all matter is composed of very small particles. എല്ലാ വസ്തുക്കളും വളരെ 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 ചെറിയ പാർട്ടിക്കിൾ എന്ന് പറയുന്ന സാധനങ്ങൾ കുറേ എണ്ണങ്ങൾ ചേർന്നിട്ടുള്ളതാണ് ഒരു മാറ്റർ എന്ന് പറയുന്നത്, ഒരു സാധനം എന്ന് പറയുന്നത്. He gave the name അണു. ആറ്റത്തിന് പറയുന്ന പേരെന്താണ്? അണു എന്ന് പേര് കൊടുത്തു. Let us take an example. A piece of iron is made of matter. ഒരു ചെറിയ അയൺ പീസ് എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പൊട്ടിക്കാൻ പറ്റുന്ന ബ്രേക്കബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സാധനം നിങ്ങൾ എടുക്കുക. Then it may be this much of big. ഇത്രയും വലിപ്പം ഉണ്ടെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ ഇത് തന്നെ എടുക്കാം. ഇത്രയും വലിയ ഒരു സാധനം എടുക്കാം. Then if this piece of iron is broken, what happens? ഇത് നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? It will become into two. അല്ലേ? Again and again if you break it, what will happen? It will become into small. ഇനി ഇത് ചെറുതായി. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു നിങ്ങളോട്, ഷുഗറിന്റെയും സോൾട്ടിന്റെയും ഒക്കെ പോലെ. അത് വെള്ളത്തിലേക്ക് ഇടുന്ന പാടെ ആകുന്നില്ല. ബട്ട് ഒരു മൊമെന്റ് ലിറ്റിൽ ടൈം ആഫ്റ്റർ സ്റ്റെയറിംഗ് വാട്ട് വിൽ ഹാപ്പൻ? അത് സ്ലോലി സ്മോൾ വൺ ആയിട്ട് ഡിസോൾവ് ആകുന്നു എന്ന് പറഞ്ഞതുപോലെ. ഇതിന് നമ്മളിപ്പോ ഒരു ഫോർ എക്സാമ്പിൾ പറഞ്ഞു, ഇതിനെ എടുത്തിട്ട് നമ്മൾ ബ്രേക്ക് ഇൻടു പീസസ്. It will become 2, again it will become 4, then 8. അങ്ങനെ ചെറിയ സ്മോൾ പാർട്ടിക്കിൾ ആക്കിയെടുക്കുക, ചെറുതായിട്ട് കട്ട് ചെയ്യുക. And what happens? It forms a smaller piece of iron. If we continue breaking this piece of iron, it forms still smaller and smaller into pieces. നമ്മുടെ കയ്യിലുള്ള സാധനം ഇപ്പം ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന, ഫോർ എക്സാമ്പിൾ എനിക്ക് തോന്നുന്നു ചോക്ക് എടുക്കുക. നിങ്ങൾ ഇഫ് യു ഹാവ് ചോക്ക്, ഇറ്റ് വിൽ ബി ഈസി ഫോർ യു. ഒരു ചോക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളുടെ വീട്ടിൽ അരി പൊടിപ്പിക്കാറുണ്ടോ? അരിപ്പൊടി, റൈസ്. ഓക്കെ. അത് പൊടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ മില്ലിലൊക്കെ കൊണ്ട് പൊടിപ്പിച്ചു കഴിഞ്ഞാൽ തീരെ നൈസായിട്ട് പല രീതിയിൽ നമുക്ക് പൊടിപ്പിക്കാം. ഫോർ ഡിഫറെന്റ് ഐറ്റംസ് സാധാരണ നൈസ് ആയിട്ട് പൊടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു നമ്മുടെ കയ്യിൽ ഇങ്ങനെ തൊടുമ്പോൾ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ട് അല്ലേ, വളരെ സോഫ്റ്റ് പാർട്ടിക്കിളാണ്. അപ്പൊ ആ ഒരു റൈസ് ഇവിടെ അയൺ വെരി ഡിഫിക്കൽട്ട് ടു ബ്രേക്ക്. അതുകൊണ്ട് ഞാനൊരു റൈസിന്റെ കാര്യം പറയുന്നത്. അതിനെ പൊടിച്ച് സ്മോൾ ചെറിയത്. അതിൽ ഒരെണ്ണം, ഒരു ചെറിയ പൊടി
Will it be able to see with our eyes? നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. Children like you, നിങ്ങളെ പോലെ നല്ല കാഴ്ചശക്തിയുള്ള ആൾക്ക് കാണാൻ പറ്റും. But old person like me, എന്നെ പോലെ വയസ്സായ ആൾക്ക് അതൊന്നും കാണാൻ പറ്റില്ല. ഈ സ്പെക്സ് ഉപയോഗിച്ചാൽ പോലും അത്ര അതിന്റെ ഓരോ ഇതും അല്ലെ. ഇനി അതും ഇറ്റ് വിൽ അങ്ങനത്തെ എത്രയോ തരി പൊടിച്ചുകൾ ചേർന്നിട്ടാണ് ഒരു റൈസ് ആകുന്നത് അല്ലെ. ജസ്റ്റ് ഇമാജിൻ ദാറ്റ് ആ ഒരു റൈസിനെ പൊടിച്ച് ഒറ്റ ഒരു റൈസിനെ പൊടിച്ചു കഴിഞ്ഞാൽ എത്ര സ്മോൾ പീസസ് ആകും അല്ലെ. അതിന്റെ കുറേ സ്മോൾ പീസ് ചേർന്നിട്ടാണ് ഒരു സ്മോൾ റൈസ് ആകുന്നത്. Like the same way, ഈ അയൺ ഇങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ സ്മോളർ ആൻഡ് സ്മോളർ. However, this must be end somewhere. അവസാനം നമ്മൾ ഇതിനൊരു സ്റ്റോപ്പ് വേണം അല്ലെ. ഏറ്റവും സ്മോളസ്റ്റ് പാർട്ട് ആക്കി കഴിഞ്ഞാൽ it should be possible to get the smallest piece of iron that cannot be broken any further. ഇനി ആ അരിയുടെ ഏറ്റവും സ്മോളസ്റ്റ് പാർട്ട് ഇനി പൊടിക്കാൻ പറ്റാത്ത, ഇനി ചെറുതാക്കാൻ പറ്റാത്ത രീതിയിലേക്ക് എത്തുമ്പോൾ, അത്ര സ്മോളസ്റ്റ് ആയി കഴിയുമ്പോൾ അവിടം വരെ എത്തിക്കണം. John Dalton, a scientist of the 19th century, named the smallest piece of iron as the iron atom. ഇപ്പൊ നമ്മൾ അയൺ പൊടിക്കുന്നെന്ന് പറഞ്ഞു. ഇനിയിപ്പോ റൈസിന്റെ സ്മോളസ്റ്റ്, ഏറ്റവും സ്മോളസ്റ്റ്, ഇനി അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത്ര സ്മോളസ്റ്റ് പാർട്ടായി കഴിയുമ്പോൾ അതിന് പറയുന്ന പേരാണ് ആറ്റം. റൈസ് ആറ്റം, റൈസിന്റെ ആറ്റം. ഇപ്പൊ അയണിന്റെ ആണ് അയൺ ആറ്റം. മനസ്സിലായോ? സിൽവറിന്റെ ആണ് സിൽവർ ആറ്റം, ഗോൾഡ് ആണെങ്കിൽ ഗോൾഡൻ ആറ്റം. ആറ്റം എന്നാണ് അതിന് പറയുന്നത്. ഓക്കെ, ആറ്റത്തിലും മലയാളത്തിലും ആറ്റം തന്നെയാണ് പറയുന്നത്, വേറെ വാടുകളൊന്നും ഇല്ല. ആറ്റം. Similarly, the smallest piece of gold is a gold atom. This is iron, it is iron atom. It is gold, it is gold atom. It is silver, silver atom. If it is rice, rice atom. റൈസ് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എന്താന്ന് വെച്ചാൽ കുറെ കോമ്പണന്റ്സ് ആണ്, അതിനകത്ത് കുറെ സാധനങ്ങൾ ചേരുന്നതാണ് റൈസ് എന്ന് പറയുമ്പോൾ. ഇനി ഹാവ് യു ഹേർഡ് ദ വേർഡ് ആറ്റം ബോംബ്? ആറ്റം ബോംബ് എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടോ നിങ്ങള്? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദാറ്റ്? ഇപ്പം നിങ്ങൾക്ക് ആറ്റം എന്നുള്ളത് മനസ്സിലായോ? ദ സ്മോളസ്റ്റ് പാർട്ട് ഓഫ് എ തിങ് ഈസ് നോൺ ആസ് atom. There will be so many billions of atom in a matter. ഒരു സാധനത്തില് ബില്യൺസ് ഓഫ് ആറ്റം ഉണ്ടായിരിക്കും. ആ ഒരു സാധനത്തിന്റെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ഇനി അതിനെ പൊട്ടിക്കാൻ പറ്റാത്ത, ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത അത്രയും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഭാഗത്തിനെയാണ് നമ്മൾ ആറ്റം എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ആറ്റം ബോംബ്? ആഷിക്ക്, വേർ ആർ യു ലിസണിങ്? ആഷിക്ക് ഈസ് റൈറ്റിംഗ് ഓർ റീഡിംഗ്? സംതിങ് ഈസ് ഓക്കെ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ആറ്റം ബോംബ്? ആറ്റം ബോംബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. വളരെ സ്മോള് മീൻസ് ഇത്രയും സ്മോൾ എന്നല്ല അർത്ഥം കേട്ടോ. പക്ഷേ ഇറ്റ് ഹാസ് എ വെരി ഹൈ പവർ. ആറ്റം ബോംബ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം, ഹിരോഷിമയിലും നാഗസാക്കിയിലൊക്കെ ആറ്റം ബോംബ് ഇട്ടതിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഹിരോഷിമ ദിനം, നാഗസാക്കി ദിനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ അന്ന് ആറ്റം ബോംബ് ഇട്ട്, ആ ആറ്റം ബോംബിന്റെ പേരെന്താണെന്ന് അറിയാമോ? ഫെയ്ത്ത് ഹാസ് ഗോൺ അഗൈൻ. ആറ്റം ബോംബിന്റെ പേരെന്താണെന്ന് അറിയാമോ? അന്നിട്ട ആറ്റം ബോംബിന് ആർക്കെങ്കിലും അറിയാമോ? വെനീസ് ഹിരോഷിമ ദിനം അറിയാമോ? ഹിരോഷിമ ദിനം, നാഗസാക്കി ദിനം, ബോംബിട്ട ദിവസം ഏതാന്ന് വല്ല അറിയാമോ? ഒന്നും അറിയില്ല. നെക്സ്റ്റ് മന്തിലാണ്, ആഗസ്റ്റിലാണ് കേട്ടോ. ആഗസ്റ്റ്. അത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇനി ഈ ബോംബിന് പറഞ്ഞ പേരെന്തായിരുന്നു എന്നറിയാമോ? ലിറ്റിൽ ബോയ്. ലിറ്റിൽ ബോയ്. അതായത് നാഗസാക്കിയിലും ഹിരോഷിമയിലും ഒക്കെ വർഷിച്ച ബോംബിന്റെ പേര് ലിറ്റിൽ ബോയ് എന്ന് വെച്ചാൽ ഒരു ചെറിയ ആറ്റം ബോംബ്. അതായത് ചെറിയതാണ്, പക്ഷെ അതിന് ഭയങ്കര ശേഷിയാണ്, ഭയങ്കര സ്ട്രോങ് ആണ്. ഇറ്റ് ക്യാൻ ഡിസ്ട്രോയ് so many kilometers of land. അതിൽ ഉൾക്കൊള്ളുന്ന എല്ലാം, ഹ്യൂമൻ ബീയിങ്സ്, ആനിമൽസ്, then plants, എല്ലാം നശിപ്പിക്കാൻ ശേഷിയുള്ളതാണ്. ഓക്കെ, അത്ര പവർഫുൾ ആയിട്ടുള്ളതാണ്. ഓക്കെ, എനിവേ scientist called John Dalton named this atom. അതായത് ഈ പറഞ്ഞ ഏറ്റവും സ്മോളസ്റ്റ് പാർട്ട് ഓഫ് എ മാറ്റർ ഈസ് നോൺ ആസ് ആറ്റം, ആൻഡ് ഇറ്റ് വാസ് നെയിംഡ് by John Dalton. John Dalton എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ്, one who was living at the 19th century, has named it as an atom. Atoms are so small that they cannot be seen even by the most powerful microscope. നമ്മുടെ വീട്ടിലോ നമ്മുടെ ലാബിലോ ഒക്കെ ഉള്ള മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് പോലും കാണാൻ പറ്റില്ല. ആൻഡ് മോസ്റ്റ് പവർഫുൾ, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് മാത്രമേ കാണാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഓക്കെ,
Approximately 4 million gold atoms placed end to end form a line of only 1 millimeter length. അപ്പൊ എത്ര ചെറുതായിരിക്കും എന്ന് ഓർത്ത് നോക്കിയേ. 1 millimeter എന്ന് പറയുന്നത് എത്രയാണെന്ന് നിങ്ങൾക്കറിയാം? സ്കെയിലില് നിങ്ങൾക്കറിയാം 1 millimeter. ഒരു സെന്റിമീറ്ററിന്റെ ഇടയ്ക്ക് കാണുന്ന സ്മോൾ ലൈൻസ് ഇല്ലേ? ഓക്കെ, അതായത് ഒരു സെന്റിമീറ്ററിന്റെ ഇടയ്ക്ക് കാണുന്ന സ്മോൾ ലൈൻ, അതിൽ ഒരു ലൈൻ ടു ലൈൻ ആണ് 1 millimeter എന്ന് പറയുന്നത്. ആ 1 millimeterല് എത്ര, അത്രയും ഇതിൽ എത്ര 4 million ഗോൾഡ് ആറ്റംസ്, 4 million ആറ്റംസ് വെച്ചിട്ടാണ് 1 millimeter നീളത്തിലുള്ള ഗോൾഡ് ഉണ്ടാക്കാൻ പറ്റിയെന്ന്. മനസ്സിലായോ? അപ്പൊ അത്ര എണ്ണം ഉണ്ട്, അത്രയും സ്മോളസ്റ്റ് പാർട്ടാണ് ആറ്റം എന്ന് പറയുന്നത്. 4 million gold atoms placed end to end form a line of only 1 millimeter length. The smallest, I will show the screen, just a minute. These are molecules. Like anyway, listen. The smallest particles of gold and iron are gold atom and iron atom respectively. However, the smallest particle of water is not water atom. But we have gold atom. That's gold atom. Iron atom, that is only iron atom. But for water, we won't say water atom, because you know what is the reason for that? I don't know. Okay. The smallest particle of water is not a water atom. Why? This is because water is made up of 2 different kinds of atoms. Water എന്ന് പറയുന്നത് 2 different kinds of atoms ഉപയോഗിച്ച് ഉണ്ടാക്കിയേക്കുന്നതാണ്, സ്വന്തമായിട്ടുള്ളതല്ല. അപ്പം അതിനകത്ത് 2 atoms ഉണ്ട്. Do you know what are those? നിങ്ങൾ സിസ്റ്റിലെങ്ങാനും പഠിച്ചിട്ടുണ്ടോ? വെള്ളം വരയ്ക്കരുത്. ആരാ വരയ്ക്കുന്നയാള്? സ്ക്രീൻ ഷെയർ ചെയ്ത് പാടെ കുർത്തക്കേട് കേട്ടോ, സിസ്റ്റിലെ കുട്ടികളാണേ. എന്താ മിടുക്കന്മാര്. ഞാൻ വിചാരിച്ചു LKG പിള്ളേർ മാത്രമേ വരയ്ക്കുള്ളൂ. ആരാടാ വരച്ചത്? നിങ്ങൾ ഇത്രയും പേരല്ലേ ഉള്ളൂ. എന്നിട്ട് ഓക്കെ, സെയിം വെള്ളം ഉണ്ടാക്കിയേക്കുന്ന 2 ആറ്റംസ് ഉപയോഗിച്ചാണ്. ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ ആറ്റം. So 2 hydrogen atom plus 1 oxygen atom will be used to make a water. അങ്ങനെയാണ് 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും ചേരുമ്പോഴാണ് water is made. So okay, this is because water is made up of 2 different kinds of atoms, oxygen atom and hydrogen atom. The smallest particle of water contains 2 atoms of hydrogen and 1 atom of oxygen. ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള വെള്ളം നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള വാട്ടറിന്റെ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 ഹൈഡ്രജൻ ആറ്റം ആൻഡ് 1 oxygen atom. These form 1 molecule of water. ഇതാണ് വെള്ളത്തിന്റെ ഒരു മോളിക്യൂൾ. ഈ മോളിക്യൂൾ മീൻസ് വാട്ട്? മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? തന്മാത്ര. അപ്പൊ ഇവിടെ ഒരു മോളിക്യൂൾ തന്നിരിക്കുകയാണ് ഞാൻ. വാട്ടറിന്റെ ഒരു മോളിക്യൂൾ ഉണ്ട് ഇവിടെ. അത് ആറ്റം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. Can you see that from this? See this here. ഇനി അതിനെ പറയുന്ന പേരുണ്ട് കോമ്പൗണ്ട്സ് എന്നൊക്കെ പറയുന്നതുണ്ട്. ഞാൻ വരാം അതിലേക്ക്. വെള്ളത്തിന്റെ this is a hydrogen and oxygen. Okay. Elements and compounds. Iron, gold, hydrogen and oxygen are some example for substance made up of only one kind of atom. നമ്മൾ പറഞ്ഞ അയൺ, ഗോൾഡ്, ഓക്സിജൻ ഇങ്ങനെയുള്ളതൊക്കെ ഒരേ തരത്തിലുള്ള ആറ്റം, അതിന് സിംഗിൾ ആറ്റം ഒന്ന് മാത്രമേ ഉള്ളൂ അതിനകത്ത്. atoms, they are called elements. അതിനെ എലിമെന്റ്സ് എന്ന് പറയുന്നു. ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞ വാട്ടർ പോലെയുള്ളത് അതിനകത്ത് ഹൈഡ്രജനും ഉണ്ട് ഓക്സിജനും ഉണ്ട്. അങ്ങനെ മിക്സ് ആയിട്ടുള്ള ഇതിന് 2 എണ്ണം അല്ലെങ്കിൽ 3 എണ്ണം ചേർന്നിട്ടുണ്ടാകുന്ന ആറ്റംസിന് പറയുന്ന പേരാണ് കോമ്പൗണ്ട്സ്. A substance made up of only one kind of atoms that cannot be broken down into simpler substance by chemical methods is called an element. The smallest particle of an element is an atom, though some atoms cannot exist independently, as
as we will see in later, little later. Elements means if an atom is made up of with one molecule. ഒരു മോളിക്യൂൾ ഒരേ രീതിയിലുള്ള ഒറ്റ ഇതിലുള്ള മോളിക്യൂൾ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണെന്നൊരിൽ അതിന് എലിമെന്റ്സ് എന്ന് പറയുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ കോമ്പൗണ്ട് വേറെയുണ്ട്. വാട്ടർ കോമ്പൗണ്ട് ആണ്. കോമ്പൗണ്ട് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 types of atoms. That is 2 hydrogen atom and 1 oxygen atom. എന്നാലേ വെള്ളമാകുള്ളൂ. There are about 180 different elements. How many elements are there? 118 elements are there. Out of this 92 elements occur naturally on the earth. ഇതിനകത്ത് 118-ലെ 92 elements naturally it will occur on the earth. പ്രകൃതിയിൽ തന്നെ ഉണ്ടാകുന്നതാണ്. ഇനി ബാക്കി വന്നേക്കുന്ന ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. മേജർ എലിമെന്റ്സ് ഇൻ ദ എർത്ത്: സിലിക്കോൺ, ഓക്സിജൻ, അലുമിനിയം, അതേഴ്സ് അയൺ, കാൽസ്യം, മഗ്നീഷ്യം. ഇതൊക്കെ എന്താണ്? Oxygen 46%, aluminum 8%, iron 6%, calcium 5%, magnesium 3%, others 5, silicon 27%. So these all are naturally there is on the earth. And others have been made by scientists in the laboratories. ഈ 118-ലെ 92 കഴിഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ളതെല്ലാം സയന്റിസ്റ്റ് ലബോറട്ടറീസിൽ ഉണ്ടാക്കുന്ന എലിമെന്റ്സുകളാണ്. വാട്ടർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 elements, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഇറ്റ് ഈസ് എ കോമ്പൗണ്ട്. അതിന് പറയുന്ന പേരാണ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. അതായത് എലിമെന്റ് മീൻസ് ഓൺലി 1 type of atoms will be there, and compound means 2 or more than 2 types of elements joined ചെയ്യുന്നതിനാണ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ വാട്ടർ. വാട്ടറിന് ഹൈഡ്രജൻ മാത്രം കൊണ്ട് വാട്ടർ ആവില്ല, അല്ലെങ്കിൽ ഓക്സിജൻ കൊണ്ട് മാത്രമാവില്ല. 2 hydrogen and 1 oxygen should be there. A substance formed by a chemical combination of 2 or more elements in fixed proportions is called a compound. The smallest particle of a compound is a molecule. ഇവിടെ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ പറ്റും. See, ഈ ചിത്രം നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? Can you? Here nitrogen, ഇവിടെ 1 2 3 4 മോളിക്യൂൾ. കഫൈൻ മോളിക്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. കെമിക്കൽ നെയിം 137. അതായത് CH1, next C8 means ഈ വയലറ്റ് കളറിൽ കാണുന്നത് 1 2 3 4. അത് പോയി സ്ക്രീൻ. എന്താ പറ്റിയ? Something has gone wrong. Okay.
Okay. Next, did you understand what is element and what is compound? Element means only one atom will be there, one type only will be there. Now iron natha iron matra ullu. Gold natha golden matra ullu. Okay. പക്ഷേ